ഹോംസ് അങ്ങനെ പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ? അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും പുരികം ചുളിക്കുന്ന ഒരു മകളാണ് ഞാൻ. പക്ഷേ എൻ്റെ അമ്മയെ നോക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ഛനെ നോക്കാൻ പൂർണ്ണമായും എനിക്ക് സാധിച്ചു. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? അതിന് നമുക്ക് നമ്മളുടേതായ ഫ്രീക്വൻസിയിലുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ വേണ്ടേ? ഞാനെപ്പോഴും എൻ്റെ ഭർത്താവിനോട് പറയും, 2 മക്കളാണ് എനിക്ക്. 2 പേരും 2 സ്ഥലത്താണ്. ഒരാൾ ഇന്ത്യയിലാണ്, പക്ഷെ കേരളത്തിലല്ല. മറ്റൊരാൾ കാനഡയിലാണ്. കുറച്ചങ്ങ് കഴിയുമ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമാവും. അപ്പോൾ എന്തു ചെയ്യും? തമാശയ്ക്ക് ഞാൻ പറയുമായിരുന്നു, ഒരു നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കാം. വയ്യാണ്ടായാൽ അവിടെ പോയി കിടന്നാൽ മതിയല്ലോ. മക്കളുണ്ടാവുമോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന കാലത്താണ് ബഹുമാനനായ ശ്രീ സുനിൽ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട സ്വപ്നം എന്നോട് തന്നെ പറഞ്ഞത്. ഞാൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരുപാട് നിറങ്ങളുള്ള, മഴവില്ലിൻ്റെ നിറങ്ങളുള്ള ഒരു സ്വപ്നമാണ്. ഒരേ ഫ്രീക്വൻസിയിലുള്ള കുറേ കുടുംബങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. ഭാര്യയ്ക്കും ഭർത്താവിനും അവസാനം വരെ നമ്മൾ ഒരുമിച്ചുണ്ടാവണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സപ്പോസ് നമ്മൾ ഒറ്റയ്ക്കായി പോയിന്നിരിക്കട്ടെ, എങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാൻ നമ്മളുടെ അതേ വേവ് ലെങ്ത്തുള്ള, ഒരേ ഫ്രീക്വൻസിയുള്ള, ഒരേ പ്രായമുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് താമസിക്കുക. എന്ത് രസമായിരിക്കും അല്ലേ? ഒരുമിച്ച് സിനിമ കാണുക, നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുക, നല്ല കഥകളി കാണുക എന്ന് വേണ്ട, എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യുവാൻ ഒരു സ്വപ്നലോകം. ആ സ്വപ്നലോകമാണ് അസറ്റ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നമ്മളെല്ലാവരും പിച്ച് വെച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, കുറച്ചൊക്കെ തല നരച്ച് അങ്ങ് മാറിയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് ആനന്ദിക്കാനാണ് അസറ്റ് ഈ സ്വപ്നലോകം നമുക്ക് സമ്മാനിക്കുന്നത്. ആ സ്വപ്നലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കലും ഡോണ്ട് തിങ്ക് എൻ്റെ പുരികം ചുളിക്കും പോലെ ഓൾഡ് ഏജ് ഹോം എന്ന് ചിന്തിക്കാനേ പാടില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ, നമുക്ക് അടിച്ചു പൊളിക്കുവാൻ, കഥ പറയാൻ, ചിന്തിപ്പിക്കുവാൻ, നമുക്ക് തകർക്കാൻ നമ്മുടെ ഒരു സ്വപ്നലോകമാണ് നമുക്ക് തയ്യാറാവുന്നത്. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു പ്രൊജക്റ്റ് കൂടി ഇവിടെ ലോഞ്ച് ആവുന്നത്. കൊളംബിയ പസഫിക് എന്ന വലിയൊരു ഗ്രൂപ്പ്, ഇതിൽ പാരമ്പര്യമുള്ള, പരിജ്ഞാനമുള്ള ഒരു വലിയ ഗ്രൂപ്പ് കൂടി അസറ്റിൻ്റെ കൈ പിടിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം.